ഈശ്വരൻ എന്ന് പറഞ്ഞവരെ ഇന്ന് നമ്മൾ 50 നോമ്പിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ്. വിഭൂതി തിങ്കള് നമ്മൾ നെറ്റിയിൽ അനുതാപത്തിന്റെ ചാരം പൂശി നമ്മൾ നോമ്പ് കാലത്തിലേക്ക് പ്രവേശിക്കുകയാണ്. ദൈവസന്നിധിയിൽ നമ്മൾ ചെയ്തു പോയ ചെറിയ ചെറിയ പാപങ്ങളും ചെറിയ ചെറിയ കുറവുകളൊക്കെ മറക്കാൻ വേണ്ടിയിട്ട്, അതൊക്കെ നമ്മൾ അനുതാപത്താല് കഴുകി കളയാൻ വേണ്ടിയിട്ട് നെറ്റിയിൽ ചാക്കുടുത്ത് ചാരം പൂശി അനുദപിച്ച പഴയ നിയമത്തിലെ ആളുകളെ പോലെ തന്നെ നമ്മളും നെറ്റിയിൽ ചാരം പൂശി നോമ്പിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. അനുദപിച്ച് ദൈവത്തിന്റെ സ്വർഗരാജ്യം നേടാനായിട്ട് നമുക്ക് ഈ ദിനങ്ങളിൽ പരിശ്രമിക്കാം. ഇന്നത്തെ സുവിശേഷത്തില് ഈശോ നമ്മളോട് പറയുകയാണ്, നിയമത്തെ അസാധുവാക്കാനായിട്ടല്ല ഞാൻ വന്നിരിക്കുന്നത്, മറിച്ച് നിയമത്തെ പൂർത്തീകരിക്കാനായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അല്ലെ, ഈശോ സ്വർഗരാജ്യം സ്വന്തമാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ നമുക്ക് സുവിശേഷത്തിലുടനീളം നമുക്ക് പറഞ്ഞു തരുന്നുണ്ടെങ്കിലും ഈശോ ആദ്യം പറയുന്ന ഒരു കാര്യം ഇതാണ്: സ്വർഗരാജ്യം സമീപിച്ചിരിക്കുന്നു, നിങ്ങളെല്ലാവരും മാനസാന്തരപ്പെട്ട് അതിൽ പ്രവേശിക്കണം. അല്ലെ, സ്വർഗരാജ്യം നിങ്ങൾക്ക് തൊടാവുന്ന അത്ര അടുത്തെത്തിയിരിക്കുന്നു. നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ മാനസാന്തരപ്പെട്ട് സ്വർഗരാജ്യം സ്വന്തമാക്കണം എന്നുള്ളതാണ്. സ്വർഗരാജ്യം സ്വന്തമാക്കാനായിട്ടുള്ള ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ നമ്മുടെ പാപങ്ങളിന്മേൽ മനസ്തപിക്കുക എന്നുള്ളതാണ്. നമ്മുടെ പാപങ്ങളിന്മേൽ അനുദപിച്ച് സ്വർഗരാജ്യത്തിലേക്ക് യാത്രയാകാനായിട്ട് ഈ നോമ്പുകാലം നമ്മളെ ക്ഷണിക്കുകയാണ്. നമ്മൾ നെറ്റിയിൽ പൂശുന്ന ഈ ചാരം നമ്മളെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്, മനുഷ്യ നീ മണ്ണാകുന്നു, മണ്ണിലേക്ക് തന്നെ മടങ്ങും. ഈ മണ്ണിലേക്ക് മടങ്ങുന്നതിന് മുമ്പ് നിന്റെ ജീവിതത്തിലെ പാപങ്ങളെല്ലാം അതെല്ലാം ഏറ്റുപറഞ്ഞ് അനുദപിച്ച് കുമ്പസാരിച്ച് ദൈവത്തിലേക്ക് മടങ്ങാനായിട്ട് നീ തയ്യാറാകണം. ഇന്നത്തെ സുവിശേഷ ഭാഗം വായിച്ചു കഴിയുമ്പോൾ ദൈവത്തിന്റെ മുമ്പിൽ നമ്മുടെ പാപങ്ങളെ പ്രതി അനുദപിക്കാനായിട്ട് നമുക്ക് തയ്യാറാകാം. അങ്ങനെ സ്വർഗരാജ്യത്തിലേക്കുള്ള നമ്മുടെ യാത്ര ആരംഭിക്കാം. ദൈവം നമ്മെല്ലാവരെയും സമൃദ്ധമായിട്ട്